നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഈ ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ അതിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ദൈവവചനമാണ് ചിന്തിക്കുന്നത്. ഇന്നും ആ ഭാഗത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ദൈവവചന ഭാഗത്തും നാം ചിന്തിക്കുന്ന ഓരോ ദൈവവചന ഭാഗങ്ങളും നിങ്ങൾക്കും എനിക്കും ഇത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു കർത്താവ്. ഹല്ലേലൂയ. ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന് പറയുമ്പോൾ അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. മാത്രമല്ല സകല മാനകുലത്തിനും രക്ഷകനാണ്. സകല ജനത്തെയും വീണ്ടെടുത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്തവനാണ്. സകല ജനത്തിനും പാപമോചനം കൊടുക്കുന്നവനാണ്. ഏക രക്ഷകനാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു ഭൂരാജാക്കന്മാർക്ക് അധിപതി. വിവിധ നിലകളിൽ ഈ ലോകത്തിൽ നമുക്കറിയാം അനവധി രാജാക്കന്മാരുണ്ട്. നമ്മുടെ രാജ്യം ഭരിക്കുന്നത് പ്രധാനമന്ത്രി, പ്രസിഡന്റാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത സ്ഥാനത്തിരിക്കുന്നവർ. അങ്ങനെ പല രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഉണ്ട്. ചില രാജ്യങ്ങൾക്ക് രാജാവാണ്, രാജ്ഞിമാരാണ്. അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായ നിലപാടുകളാണ് ലോക രാജ്യങ്ങളുടെ സ്ഥാനമാനങ്ങളിലുള്ളത്. അവരൊക്കെയാണ് ലോകം ഭരിക്കുന്നത്. അവർക്കെല്ലാം ഒരു മേലധികാരിയുണ്ട്. ലോകം ഭരിക്കുന്ന ഭൂരാജാക്കന്മാർക്കെല്ലാം ഒരു അധിപതി ഉണ്ടെന്ന് വേദപുസ്തകം പറയാം. അതുകൊണ്ടാണ് ആ അധിപതി യേശു ക്രിസ്തുവാണെന്ന് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള സകല ഭൂരാജാക്കന്മാർക്കും ഭൂമിയിലുള്ള സകല രാജാക്കന്മാർക്കും അധിപതിയായവൻ ആരാണ്? യേശു ക്രിസ്തു. അവർക്ക് മേളിൽ ഭൂരാജാക്കന്മാർക്ക് മുകളിൽ ഒരു സ്ഥാനമുണ്ട്, ഒരു രാജാവുണ്ട്. അത് രാജാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ സൂക്ഷ്മ ബുദ്ധിയോടെ പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടി വേണം ഭൂമിയിലുള്ള രാജാക്കന്മാർ രാജ്യത്തെ ഭരിക്കുവാൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ താഴ്ത്ത് ചിന്തിച്ചു വരുമ്പോൾ ഭാഗത്തിലേക്ക് വരും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ നാമധേയത്തിൽ അതിപ്രധാനമായ ഒരു നാമമാണ് ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. സകലത്തെയും ഭരിക്കുന്നവൻ, സകലത്തെയും അടക്കി ഭരിക്കുന്നവൻ, ഭൂമിയിലുള്ള സകല ജനങ്ങൾക്കും മീതെ അധികാരമുള്ളവൻ, അധിപതിയായവൻ, ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ചവൻ, സൃഷ്ടാവ്, അല്ലെങ്കിൽ സകലത്തിന്റെ ഉടയവൻ യേശു ക്രിസ്തുവാണ്. രക്തച്ചയം ചിലർക്കൊക്കെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാതെ വരും. യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിഷേധിക്കുന്ന അനവധി ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു ലേഖനം തന്നെയുണ്ട്. യോഹന്നാന്റെ 1-ാം ലേഖനം വായിച്ചവർ കാണാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ദൈവമല്ല എന്ന് പറയുന്നതിനും വിശ്വസിക്കാനെല്ലാം യേശുക്രിസ്തുവിന്റെ ദൈവമല്ലെന്ന് പറയുന്നത് കള്ളനാകുന്ന ഒന്നാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുമ്പോൾ യേശുക്രിസ്തു സകലത്തിനും അധിപതിയാണ്. അവൻ മരിച്ചടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല. മരിച്ച് അടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയവനല്ല യേശു. 3-ാം നാൾ കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന് ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നവനും ജീവനോടുകൂടി ഇരിക്കുന്നവനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമാണ് യേശു. അപ്പൊ നമുക്കൊക്കെ മേളിൽ ഒരു അധികാരിയുണ്ട്. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹം അത് വിശ്വസിക്കുന്നു, അവരതിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണെന്നാണ് അതിന്റെ അർത്ഥം. ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന് പറയുമ്പോൾ ഭൂമിയിലുള്ള സകല ഭൂരാജാക്കന്മാർക്കും മരണമുണ്ട്. ഭൂമിയിലുള്ള സകല ഭൂരാജാക്കന്മാർക്കും മരണമുണ്ട്. ഇതിനു മുമ്പ് ഭൂമി അടക്കി ഭരിച്ചിരുന്ന അനവധി ഭൂരാജാക്കന്മാർ മരിച്ചിട്ടുണ്ട്. റോമൻ സാമ്രാജ്യം ഭരിച്ചിരുന്ന അനവധി ചക്രവർത്തിമാരും അനവധി ഉന്നതരായിരുന്നവരും. എന്തിന് അലക്സാണ്ടർ ചക്രവർത്തി അടക്കം അനവധി ഭൂരാജാക്കന്മാർ ഭൂമിയിലുണ്ടായിരുന്നു. അവരെല്ലാം മരിച്ച് മൺമറഞ്ഞവരുടെ എല്ലാം കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. ഞാനവിടെ പോയിട്ടുള്ളവർ പറഞ്ഞ അവനിവിടെ ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്നാ. അതെ,
കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയവനല്ല യേശു. കല്ലറകളെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40 നാൾ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്നവൻ, ഒരിക്കലും മരണമില്ലാത്തവൻ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് യേശുക്രിസ്തു. രക്തജയം. ആ യേശുക്രിസ്തുവിന്റെ മകനായി മകളായി നമുക്ക് ജീവിപ്പാൻ കിട്ടിയൊരു അവസരം എത്ര ഭാഗ്യമാണ്. അല്ലെങ്കിൽ അനവധി ആളുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തെ നിഷേധിക്കുമ്പോൾ, യേശുവിനെ തള്ളിപ്പറയുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വാതോരാതെ ഉയർത്തുവാൻ, അഭിമാനത്തോടെ പ്രശംസയോടെ ഉയർത്തുവാൻ ദൈവം നമ്മളെ യോഗ്യരാക്കി. എന്നേക്ക് ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്തവനായ ഒരു അധിപതി എനിക്കുണ്ട്, രാജാവ് എനിക്കുണ്ടെന്ന് നമുക്ക് വിശ്വസ്തയോടെ, തൻ്റെ ഇടത്തോടെ, അഭിമാനത്തോടെ വിളിച്ചു പറയാൻ കഴിയും. അല്ലേ രക്തം ചെയ്യും. ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും, ജീവിതത്തിന്റെ ഏത് വെല്ലുവിളികളുടെ നടുവിലും, നാം തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ശത്രു നമ്മെ തകർക്കാൻ കടന്നു വരുമ്പോൾ, സകലത്തുമീതെ അധികാരിയായ അധിപതിയായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അതാണ് ഒരു ഭക്തന്റെ ദൃഢധൈര്യം എന്നൊക്കെ പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാ. ഹല്ലേലൂയ. നമ്മിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, നമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. എന്നാൽ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിനും പറയുന്നത്, ഇബ്രാഹിം ലേഖനത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 7-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനായകയാൽ അവൻ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. കണ്ട, പൂർണ്ണമായി നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞ അഹരോനും പുത്രന്മാരും ഒരു കൽപ്പനയിലാണ് പുരോഹിതന്മാരായി മാറിയത്. എന്നാൽ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പൗരോഹിത്യം ആണയാൽ ഉറപ്പിക്കപ്പെട്ടവനാണ് കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരെ, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവരെ പൂർണ്ണമായി വിടിവിക്കുവാൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥൻ പക്ഷപാതം ചെയ്യുവാൻ, അവർ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ നമ്മുടെ ദൈവം പ്രാപ്തനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുത്ത നിനക്ക്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നിനക്ക്, ഭൂമിയിൽ കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, പരീക്ഷകളുണ്ട്, പരിശോധനകളുണ്ട്. അതിൽ നിന്നെ പൂർണ്ണമായി വിടിവിക്കുവാൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഹല്ലേലൂയ പ്രാപ്തനാകുന്നു എന്ന് ദൈവവചനം പറയുക. ഹല്ലേലൂയ. അപ്പൊ നിന്റെ സകല കഷ്ടങ്ങൾ നിന്നെ വിടിവിക്കുവാൻ പ്രാപ്തനായി ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രമാ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കണ്ണുനീരും കാണുവാൻ, നിന്റെ വേദനകൾ കാണുവാൻ, നിന്റെ ദുഃഖങ്ങൾ കാണുവാൻ, നീ അനുഭവിക്കുന്ന പരീക്ഷകൾ, പരിശോധനകൾ, പരിഹാസങ്ങൾ, നീ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, അങ്ങനെ അനവധി നിരവധിയായ പ്രതിസന്ധികളെ ഹല്ലേലൂയ നീ തരണം ചെയ്യുന്ന ഈ കാലഘട്ടത്തില് ഹല്ലേലൂയ ലോകത്തിന് നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയില്ല. എന്നാൽ യേശുവിനെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയും. ഇവിടെ ദൈവത്തിനും പറയുന്നത് ഹല്ലേലൂയ, താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്ന ജനം, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിച്ച അനവധി ആളുകൾ കുടുംബം വിട്ട് പോകേണ്ടി വന്നു. കുടുംബത്തിൽ നിന്ന് പുറത്തായി, കുടുംബക്കാരെ അടിച്ച് ഇറക്കി, അവിടെ നന്മകളെല്ലാം തടഞ്ഞു വെച്ചു, നന്മ കുടുംബത്തിന്റെ വഴിയാധാരമാക്കി, വെറും കൈയോടെ വീട്ടിൽ നിന്ന് സ്വന്തം അപ്പനും അമ്മയും മക്കളെ ഇറക്കി വിട്ടു. ഹല്ലേലൂയ. അപ്പനും അമ്മയും വിശ്വാസത്തിൽ വന്നതിന്റെ പേര് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുത്തുകൊണ്ട് മക്കൾ അപ്പനമ്മമാരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ഇറക്കി വിടുകയും ചെയ്ത സകലങ്ങൾ. അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ യേശു കർത്താവ് പ്രാപ്തനാണ്. ഹല്ലേലൂയ. ഈ ഭാഗമൊക്കെ പറയുമ്പോൾ ഞാൻ അന്നമാമന്റെ കാര്യമൊക്കെ കർത്താവിൻ്റെ ഒരു വളരെ പ്രയോജനപ്പെട്ട, കർത്താവിൽ വിശ്വസ്ത സാക്ഷിയ ആ കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ മുഖാന്തരം താൻ ദൈവത്തോട് അടുത്തപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് അനവധി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, അവരുടെ ബന്ധുമിത്രാദികൾ, ദേശക്കാരുടെ നിന്ന് ഒക്കെ കടന്നു വന്നു. എന്നിട്ടും ഹല്ലേലൂയ അവരതിലൊന്നും വ്യതിരിച്ചു പോകാതെ ചങ്കൂറ്റത്തോടെ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചത് കൊണ്ട് അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ നമ്മുടെ ദൈവം പ്രാപ്തനായിരുന്നു. അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്കകത്ത് കടന്നുപോയി അവർ സുവിശേഷ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു, അനേകരെ കർത്താവിലേക്ക് നേടി, അനേകർക്ക് അവർ ആശ്വാസമായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവം നീ വിശ്വാസത്തിൽ വന്നവനാണോ, വന്നവളാണോ,
നിന്നെ എല്ലാവരും വെറുക്കുകയാണോ? നിന്നെ എല്ലാവരും ഉപേക്ഷിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടോ? നീ ഭാരപ്പെട്ടു പോകണ്ട. നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തൻ യേശുവാ. നിന്നെ രക്ഷിപ്പാൻ യേശു പ്രാപ്തനാ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറ. അതുകൊണ്ടാണ് ആകയാൽ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് മരിച്ചവരിൽ ആദിജാതനായവനെ, എന്നേക്കും ജീവിക്കുന്നവനെ, സദാ ജീവിക്കുന്നവനെ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ പറയണം. ഹല്ലേലൂയ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരിൽ ആദിജാതനായ കർത്താവേ, എന്നേക്കും ജീവിക്കുന്നവനെ, സദാ ജീവിക്കുന്നവനെ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ അങ്ങ് പ്രാപ്തനാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തീർച്ചയായും കർത്താവ് നിങ്ങളെ വിടുവിച്ച് നിങ്ങൾക്ക് സുഖവും ബലവും ആരോഗ്യവും സമാധാനവും തരും. രക്തം ചെയ്യും. അപ്പം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയിലായിരുന്നാലും, ശാരീരികമായി തകർച്ചയാണോ, മാനസികമായി തകർച്ചയാണോ, മഹാവ്യാധിയാൽ നീ വരയുകയാണോ, പാപവും ശാപവും നിന്റെ പേരുണ്ടോ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, ദേശത്തിന്റെ സമുദായത്തിന്റെ എതിർപ്പുകൾ നിനക്കുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിലും നീ അവിടെ മരിച്ചവൻ ആദിജാതനായവനെ വിളിക്കുമ്പോൾ അവൻ കാതോർത്തിരിക്കും. എന്നേക്കും ജീവിക്കുന്നവനെ എന്ന് പറയുമ്പോൾ യേശു കാതോർത്തിരിക്കും. സദാ ജീവിക്കുന്നവനെ എന്ന് പറയുമ്പോൾ യേശു കാതോർത്തിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ നിന്റെ നടുവിലേക്ക് ഇറങ്ങി വരും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനെ, കർത്താവായ യേശു ക്രിസ്തുവേ, എൻ്റെ സങ്കടങ്ങളെ നീക്കണമേ, എൻ്റെ പ്രശ്നങ്ങളെ നീക്കണമേ, എനിക്ക് ആശ്വാസമായി, സഹായമായി, എനിക്ക് രക്ഷയ്ക്കായി അങ്ങ് പ്രാപ്തനാ. ഞാൻ വിശ്വസിക്കുന്നു, എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യേശുവിനെ സമർപ്പിച്ചു കൊടുക്കണം. ഞാൻ ഈ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ പറയും കേട്ടോ. എന്നാ പറയുമോ? കാരണം മറ്റാരും എന്നെ രക്ഷിപ്പം പ്രാപ്തനല്ലെന്ന് എനിക്കറിയാം. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഞാൻ ഈ ലോകത്തിൽ അനവധി കഷ്ടതയിലൂടെ കടന്നുപോയി, അനവധി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷമായി ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തു. കഴിഞ്ഞ നീണ്ട 24 വർഷം വിശ്വാസത്തിൽ നിന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളെ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുമ്പോഴും ഞാൻ സന്തോഷത്തോടെ ഈ ദൈവത്തിനെ വിളിച്ചു പറയുന്നതാ. മരിച്ചവൻ ആദിജാതനായവനെ, എന്നേക്കും ജീവിക്കുന്നവനെ, സദാ സകല മനുഷ്യൻ രക്ഷിപ്പാൻ പ്രാപ്തനായവനെ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനെ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ അങ്ങേക്ക് കഴിയും, ലോകത്തിന് കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ സന്തോഷത്തോടെ ഈ ദൈവത്തിനൊക്കെ വിളിച്ചു പറയുന്നത്. ഞാൻ കഴിഞ്ഞിടെ ഒരു മെസ്സേജ് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കുമുണ്ട്, എനിക്കില്ലാത്തതൊന്നുമില്ല. എനിക്ക് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെപ്പോലെയുണ്ട്. പക്ഷെ ഞാൻ സന്തോഷവാനാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? എൻ്റെ ദുഃഖവേളയിൽ എന്നെ പ്രാപ്തനാക്കാൻ യേശുവുണ്ട്. പ്രൈസറോ. അദ്ദേഹം മാതാവേ, പിതാവേ, നിന്റെ സങ്കടവേളകളിൽ, നിന്റെ ദുഃഖവേളകളിൽ, നീ കടന്നു വന്ന പരീക്ഷകളിൽ നിന്നെ പ്രാപ്തനാക്കുവാൻ യേശുവുണ്ട്. അവിടെ നിങ്ങൾ തളർന്നു പോകരുത്. അപ്പം ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. കൊലോസ് ലേഖനം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. കൊലോസ് ലേഖനം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 1-15 വാക്യം അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവ്വ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായി സകലത്തെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭൂമിയിലുള്ളത് സകലവും ഇവിടെയുള്ള കർത്തൃത്വങ്ങളും അധികാരങ്ങളും എല്ലാം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യനാൽ ഉണ്ടാക്കിയതൊന്നും അല്ല. മനുഷ്യനെല്ലാം പേരും പ്രശസ്തിയും പറഞ്ഞ അധികാരങ്ങളും അവകാശങ്ങളും പറയുന്നെങ്കിലും ഇവിടെ വചനം പറയുകയാണ്, വാഴ്ചകളാകട്ടെ, അല്ലെങ്കിൽ കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായി സകലവും സൃഷ്ടിക്കപ്പെട്ടുമിരിക്കുന്നു. അപ്പം മനുഷ്യന് പുകഴുവാനൊന്നുമില്ല പ്രിയരെ, മനുഷ്യന് പുകഴുവാനൊന്നുമില്ല. എല്ലാം നമ്മുടെ ദൈവത്തിന്റെ. അപ്പൊ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ അഥവാ പ്രതിരൂപം. നിലവിലുള്ള ഭാഷാന്തരത്തിലെ പ്രതിമ എന്ന പദം മൂലപ്രയോഗത്തോട് യോജിക്കുന്നില്ല. പ്രതിരൂപത്തിന് അതിന്റെ സാക്ഷാൽ സ്വരൂപത്തോട് സാമ്യമുണ്ടായിരിക്കും, എന്നാൽ സാദൃശ്യമുള്ളതെല്ലാം പ്രതിരൂപമല്ല എന്നാണ് അതിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്.
ഇന്ന് ക്രിസ്തു ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്ന് പറയുന്നത് എബ്രായ ലേഖനം 1:3 അവൻ ദൈവത്തിന്റെ പ്രഭയാണ്, അവൻ തത്വത്തിന്റെ മുദ്രയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുവാൻ, വാതോരാതെ വർണ്ണിക്കുവാൻ നമുക്കുണ്ട്. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ, അവൻ ചെയ്ത നന്മകൾ ഓർത്താൽ, അവൻ തന്ന വിടുതൽ ഓർത്താൽ, സൗഖ്യം ഓർത്താൽ എങ്ങനെ സ്തുതിച്ചാലും നമുക്ക് മതി വരില്ല പ്രിയരെ. അത്ര ആരാധനയ്ക്ക് യോഗ്യനാണ് നമ്മുടെ യേശു. ഇന്ന് പറയാം, നമുക്ക് ലോകമെമ്പാടും വ്യത്യസ്തമായ സമയങ്ങളിൽ ജനം ആരാധനയ്ക്ക് കൂടി വരുന്നു. ഹല്ലേലൂയ. ആഴ്ചയിൽ 6 ദിവസം ജോലി കഴിഞ്ഞ് 6 ദിവസം കഷ്ടപ്പെട്ടു, വിവിധ നൊമ്പരങ്ങളുടെ വേദനയുടെ കടന്നുപോയി, പല ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നുപോയവരുണ്ട്, പല അപകടങ്ങൾ പല വ്യാധികളാൽ കടന്നുപോയവരുണ്ട്. പക്ഷേ അവർ ശനിയാഴ്ച രാത്രി കിടന്നുറങ്ങുമ്പോൾ ഞായറാഴ്ച പ്രഭാതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം ചെയ്ത നന്മകളും ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ, ആദിരാതനായവൻ, സദാ ജീവിക്കുന്നവൻ, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവന്റെ അരികിൽ കടന്നു വന്ന് അവരുടെ വിഷയങ്ങളെ പറഞ്ഞ് അവതരിപ്പിച്ച് സമാധാനം പ്രാപിക്കാൻ ഇന്ന് പകൽ ജനം ഒരുങ്ങിയിരിക്കുക. ലോകം മുഴുവൻ ആരാധനയിൽ ഇന്ന് പകൽ നമ്മുടെ കർത്താവിന്റെ നാമം ഉയരും. ഹല്ലേലൂയ. ലോകം മുഴുവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ യോഗ്യനാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ സഭ എന്ന ശരീരത്തിന് തലയാകുന്നു. അല്ലെങ്കിൽ സകലത്തിലും താൻ മുമ്പനായി തീർന്നു. അവൻ ആരംഭവും മരിച്ചവരുടെ നിന്ന് ആദിനായി എഴുന്നേറ്റവനുമാകുന്നു. അല്ലേലിയ. സകലത്തിന്റെ ഉടവൻ. അല്ലേലിയ. സഭ എന്ന ശരീരത്തിന്റെ തലയെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ കൂടാതെ സഭയ്ക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. സഭ എന്ന ശരീരത്തിന്റെ തലയാ യേശുക്രിസ്തുവിനെ കൂടാതെ സഭയിൽ ഒന്നും നടക്കത്തില്ല. ചിലർ പറയും, ഇത് ഞങ്ങളുടെ സഭയാ, ഇതെന്റെ സഭയാ, ഞാൻ ഉണ്ടാക്കിയതാ, ഞാൻ പണിതതാ, ഞാൻ വില കൊടുത്തതാ, എൻ്റെ കുടുംബം വിറ്റ് പണിതതാ, ഞാൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് ഉണ്ടാക്കിയതാ, എൻ്റെ പേരില്ല, ഇതെന്റെ സഭയാ. അങ്ങനെയുള്ള സഭയ്ക്കകത്തൊന്നും ദൈവം പ്രവർത്തിക്കത്തില്ലെന്നേ. കർത്താവ് പറഞ്ഞ സഭ ദൈവത്തിന്റെ ശരീരമാണ്. ആ ശരീരത്തിന്റെ തല ക്രിസ്തുവ. സഭ എന്ന ശരീരത്തല ക്രിസ്തുവ. ക്രിസ്തു ഇല്ലാത്ത സഭകളൊക്കെ അല്ലെങ്കിൽ വെള്ള തേച്ച് ചുവര് പോരാ. പ്രൈസ് ദി ലോർഡ്. അപ്പം ക്രിസ്തു ഉള്ള സഭയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട്ടെ, എൻ്റെ സഭ, ഞങ്ങളുടെ സഭ, ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ പണിത്, എൻ്റെ സ്ഥലം, ഞാൻ വാങ്ങിയത്, ഞാൻ അധ്വാനിച്ചതെന്നൊക്കെ നീ പറയാതെ സഭ സഭ എന്ന ശരീരം അത് ക്രിസ്തുവിൻ്റെയാണ്. അതിൻ്റെ തല ക്രിസ്തുവാണെന്ന് നീ ഉറപ്പിച്ച് എന്ന് മടങ്ങി വരുന്നു, അന്നേ നിന്റെ സഭയ്ക്കകത്ത് സമാധാനവും സൗഖ്യമൊക്കെ വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. അത് നമ്മളൊന്നും എടുക്കാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ അവകാശത്തിൽപ്പെട്ട ഒന്നിനെയും നമ്മൾ നമ്മുടെ നിന്ന് പറയരുത്. എല്ലാം ക്രിസ്തുവിനുള്ളതാണ്. അതുകൊണ്ട് കൊലോസ്യ ലേഖനം അങ്ങനെ പറയുന്നത്. എന്നാൽ ഇവിടെ സ്വതം ഹല്ലേലൂയ കൊരിന്ഥി ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊരിന്ഥി ലേഖനം ഹല്ലേലൂയ 1 കൊരിന്ഥി ലേഖനം 15-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തെഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ, യേശു ക്രിസ്തു മരിച്ചവരിടയിൽ നിന്ന്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി അല്ലെങ്കിൽ മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഉയർപ്പിന്റെ ആദ്യഫലം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിന്റെ ഭാഷാന്തരങ്ങളിൽ വ്യാഖ്യാനങ്ങളിൽ നിന്ന് വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആദ്യഫലത്തിന് ആദ്യ വിളവെന്ന് പറയും. അല്ലെങ്കിൽ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ ശബത്തിന്റെ പിറ്റേ ദിവസം പുരോഹിതൻ ദൈവസന്നിധിയിൽ നിരാശനം ചെയ്യുന്നത് ഉയർത്തിക്കാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു ആദ്യഫലമായി ഉയർത്തതിന്റെ നിഴലാണ് പഴയ നിയമത്തിലെ കറ്റ ഉയർത്തി പുരോഹിതൻ കാണിക്കുന്നത്. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 23 വരുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ ഉയർത്തുന്നതിന് പലരും മടി കാണിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതിന് പലരും മടി കാണിക്കുമ്പോൾ, നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തണം. മരിച്ചു വരുന്ന ആദ്യപരമായി ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂരാജക്കാരന്മാർക്ക് അധിപതിയായ യേശുവിനെ നാം ഉയർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനങ്ങളും അനുഗ്രഹങ്ങളും കടന്നു വരുന്നത്.
അപ്പൊ യേശു ക്രിസ്തുവിനെ ആരെല്ലാം ഉയർത്തിയിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതം തകർന്ന് തരിപ്പണമായി, ജീവിതത്തിൽ ആരും കൈത്താങ്ങലില്ലാതെ എല്ലാവരും തടയപ്പെട്ട് ഒറ്റപ്പെട്ട് നിരാശയുടെ ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നുപോയി അനേകം ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സത്യവേദ പുസ്തകം ഉയർത്തിപ്പിടിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തിയത് കൊണ്ട് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദിജാതനായ കർത്താവേ, ഭൂരാജക്കന്മാർക്ക് അധിപതിയെ എന്നേക്കും ജീവിക്കുന്നവരെ, സദാ ജാമേ പക്ഷപാത ജീവൻ പ്രാപ്തനായവനെ, സകല ജനത്തെ രക്ഷിക്കാൻ പ്രാപ്തനായവനെ എന്നൊക്കെ ഈ യേശുവിനെ ഉയർത്തിയവരൊക്കെ അവരുടെ തലമുറയും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്നേ. അവരുടെ തലമുറയായി അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ദൈവത്തിനൊക്കെ പഠിക്കുമ്പോൾ അല്ലേ, പെന്തക്കോസിന്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ തെക്കൻ ജില്ലകളെ നിങ്ങൾ മനസ്സിലാക്കണം. പെന്തക്കോസിന്റെ ഈറ്റില്ലം എന്നൊക്കെ ആണല്ലോ തെക്കൻ ജില്ലകളെ പറയുന്നത്. അവിടെയുള്ള കുടുംബങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. അനവധി പെന്തക്കോസ്ത് കുടുംബങ്ങളുണ്ട്. പെന്തക്കോസ്ത് വിശ്വാസികൾ, പെന്തക്കോസ്ത് സഭകൾ ഒക്കെയുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആളുകളുടെ വീടുകൾ അടഞ്ഞു കിടക്കുക. എന്തുകൊണ്ട്? ജനവീട്ടിൽ അപ്പനും അമ്മയും മാത്രമേ കാണത്തുള്ളൂ. ജനവീട്ടിൽ വേലക്കാരെ, ജോലിക്കാരെ, നോക്കുകാരെ വെച്ചിരിക്കുകയായിരിക്കും. എന്തിനാണ്? അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തിയതുകൊണ്ട്, ഉയർത്തി പറഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ അവരെ ദൈവം ഉയർത്തി. ലോകരാജ്യങ്ങളെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. അവരവിടെ താമസിച്ചു, ജോലി ചെയ്തു, അവർക്ക് മക്കളുണ്ടായി, അവരവിടെ വളർന്നു, അവരവിടെ സമ്പത്തുകൾ ഉണ്ടാക്കി. അങ്ങനെ പലരും ഉയർത്തപ്പെട്ടു. അപ്പൊ യേശുവിനെ ഉയർത്തിയവരൊക്കെ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. ലേരിയ ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, അവന്റെ നാമത്തെ 4 പേരോട് പറയുവാൻ, അവൻ നിന്റെ നാവിൽ തന്ന സുവിശേഷം മറ്റുള്ളവർ പങ്കുവെക്കുവാൻ നീ തയ്യാറായാൽ, രക്ഷകൂടാൻ നീ സുവിശേഷം പറഞ്ഞാൽ, ഹല്ലേലൂയ, നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും. അപ്പൊ നമ്മൾ യേശുവിനെ ഉയർത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നവരെ അവൻ പേർ ചൊല്ലി വിളിച്ചനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ അവർക്ക് നിത്യതയിലേക്ക് പ്രവേശനവുമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകലരും, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് അവന്റെ നാമത്തെ ഉയർത്തുന്ന സകല ജനങ്ങൾക്കും, സകല ജനങ്ങൾക്കും, ജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൽപ്പന സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആബാലവൃത്തം ജനങ്ങൾക്കും കാഹളം ധ്വനിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിനോടുകൂടെ എടുക്കപ്പെടാൻ കഴിയും. മരിച്ചവർ അവരെ ഉയർത്തെഴുതേക്കും. അപ്പം നമ്മൾ കർത്താവിനെ ഉയർത്തിയാൽ കർത്താവിന്റെ വരവിൽ കർത്താവ് നമ്മളെ ഇവിടുന്ന് ഉയർത്തും. ഹല്ലേലൂയ. അപ്പൊ ഈ ഭൂമിയിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുമ്പോഴാണ്, ഭൂരാജക്കന്മാർക്ക് അധിപതിയായ യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കർത്താവിന്റെ വരവ് മരിച്ചാൽ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവോടുകൂടി നമ്മൾ ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ദൈവം നമ്മളെയും ഉയർത്തും. ഹല്ലേലൂയ. നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം പാലിക്കും. നമുക്ക് അവനോടുകൂടെ എടുക്കപ്പെടാൻ കഴിയും. നിത്യതയിൽ നമ്മളെത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ ഉള്ളതിനു വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ഈ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വായിക്കും നമുക്കൊരു കാര്യം മനസ്സിലാകും. ഞാൻ ഭാഗം പറയാം. മക്കളെ, അബ്രഹാം, ലോത്തും, ഹല്ലേലൂയ, അവർ വലിയ കൂട്ടമായിരുന്നു. അബ്രഹാമിന് ഒരുപാട് ആടുമാട് കന്നുകാലികൾ, ലോത്തിന് ഒരുപാട് ആടുമാട് കന്നുകാലികൾ. 2 കൂട്ടരും പെരുകി. ഹല്ലേലൂയ. അവർ ഒന്നിച്ച് പാർക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവർ 2ആയിട്ട് തിരിഞ്ഞു. ലോത്ത് ഹല്ലേലൂയ തന്റെ ആടുമാട് കന്നുകാലികളുമായി താൻ സോദോം ഗൊമോറ എന്ന പച്ചപ്പുള്ള മരുഭൂപ്രദേശം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ ഹല്ലേലൂയ വിജനമായ മരുഭൂമിയാണ് അബ്രഹാം തെരഞ്ഞെടുത്തു. എന്നാൽ ലോത്തിന്റെ ആടുമാട് കന്നുകാലികളും എല്ലാം കൂടെ വളരെ മനോഹാരിതമായ പച്ചപ്പുള്ള പുൽമേട്ടിൽ അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഒരുപക്ഷെ സോദോം ഗൊമോറയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴായിരിക്കും ലോത്ത് വിവാഹം കഴിച്ചതും. ഹല്ലേലൂയ. അങ്ങനെ അവർ കുടുംബമായി അവിടെ സന്തോഷമായി ജീവിക്കുമ്പോഴാണ് സോദോമിൽ പാപം പെരുകി.
ആ പാപം ദൈവസന്നിൽ വന്നു. അല്ലേലൂയ. പാപം ദൈവസന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അല്ലേലൂയ. പാപം ദൈവസന്നിൽ വന്ന് ദൈവം ആ ദേശത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ആ ദേശത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ സൊദോം ഗൊമോറയിൽ ഏക നീതിമാൻ എന്ന് പറയുന്നത് ലോത്ത് മാത്രമായിരുന്നു. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു ക്രിസ്തുവിനെ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായി യഹോവയായ ദൈവത്തെ നീതിയോടെ സേവിച്ചവൻ ലോത്തിന്റെ കുടുംബമായിരുന്നു. ദേശത്തെ നശിപ്പിക്കാനിരിക്കുമ്പോൾ ദൈവം 2 ദൂതന്മാരെ അയച്ചു ലോത്തിന്റെ കുടുംബത്തിലേക്ക്. നീ നിന്റെ കുടുംബം നിന്റെ മക്കളും ഇവിടെ നിന്ന് ഓടി പർവ്വതത്തിലേക്ക് പോകാം. ലേലിയ ലോത്ത് ഇത് കേട്ട മാത്രയില് ലോത്തിന്റെ മക്കളെ വിവാഹം നിശ്ചയിക്കുന്ന ആമി ബന്ധുവീട്ടിലൊക്കെ ചെന്ന് പറഞ്ഞു, ഈ കർത്താവ് ഈ ദേശത്തെ നശിപ്പിക്കാൻ പോയിട്ട് പാപം പിരിക്കുക, അതുകൊണ്ട് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ. അപ്പം ലോത്ത് പറയുന്നത് കളിതമാശ പോലെ അവർക്ക് തോന്നി. അവർ താമസിച്ചു. എന്നാൽ ലോത്ത് താമസിക്കുന്ന ദൂതന്മാർ ലോത്തിനെ അവനെ പിടിച്ചിറക്കി. ലോത്തും ലോത്തിന്റെ ഭാര്യയും മക്കളും കൂടെ ഓടി പോയ കൂട്ടത്തിൽ ഈ ലോത്തിന്റെ ഭാര്യ ഒരു പക്ഷേ സൊദോം ഗൊമോറയിൽ കെട്ടിയതുകൊണ്ട് അവൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. എന്താ അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയത്? ഇത്ര മനോഹാരിതമായ സ്ഥലം, ഇത്ര ദേശം സമൃദ്ധിയുള്ളത്, നല്ല മനോഹരിതമായ പച്ചപ്പുല്ല്, മാത്രമല്ല ആടുമാട് കന്നുകാലികൾ കൊണ്ട് വലിയ പെരുത്ത കൂട്ടമായിരിക്കാൻ ലോത്തിന്റെ കുടുംബം. ലോത്തിന്റെ ആടുമാട് കന്നുകാലികളെ വിട്ടിട്ട് എങ്ങനെ ഞാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകും എന്നൊരു ചിന്ത ലോത്തിന്റെ ഭാര്യയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവൾ ഉപ്പുതൂണായി മാറി. എന്നാൽ ലോത്തിന്റെ മക്കളും പർവ്വതത്തിലേക്ക് ഓടി. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ ആമേ കർത്താവിനെ ആശ്രയിച്ച് അവർ ഓടിയത് കൊണ്ട് എന്ത് ചെയ്തു? അവർ സൊദോം ഗൊമോറയിൽ നശിച്ചു പോയില്ല. ഞാനത് പറയാൻ കാരണം, ഇത്രമാത്രം ആടുമാട് കന്നുകാലികളും ആമേലിയ സകല സമ്പത്തും ഉണ്ടായിട്ടും അവർക്കൊന്നും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവർ പട്ടണം വിട്ട് സകല ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൽ നിനക്ക് എന്തെല്ലാം നേടിയാലും എന്തെല്ലാം സുഖസൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും ആടുമാട് കന്നുകാലികളിൽ നിന്ന് പെരുകിയാലും നിന്റെ നന്മകൾ, സമ്പത്തുകൾ, ജോലി, അധികാരങ്ങൾ, കൃഷി എല്ലാത്തിനും നിനക്ക് മാമി വിശാലത വന്നാലും നീ എത്രമാത്രം ധനാഢ്യനായിരുന്ന കോടീശനായിരുന്നാലും ഒരു സമയത്ത് ലോത്തിന്റെ കുടുംബം സൊദോം ഗൊമോറ വിട്ടുപോയപ്പോൾ ആ പട്ടണം തീ കൊണ്ട് നശിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു ക്രിസ്തുവിനെ നീ വിളിച്ചപേക്ഷിച്ചാൽ നിനക്ക് നിത്യത്തിലെത്താം. അല്ലെങ്കിൽ നീ ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ലോത്തിന്റെ ഭാര്യയെ പോലെ നീ പുറകോട്ട് നോക്കി ഇവിടുത്തെ കാര്യങ്ങളും ചിന്തിച്ചു നിന്നാൽ നിനക്ക് നിത്യത നഷ്ടപ്പെടും. അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു വിശ്വസിക്കും. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനെ നിങ്ങൾ വിശ്വസിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിലുള്ളതിന് വേണ്ടി ഓടരുത് കേട്ടോ. ഭൂമിയിലുള്ളതിന് വേണ്ടി ഓടരുത്, സ്വർഗത്തിലുള്ളതിന് വേണ്ടി ഓടണം. ദൈവരാജ്യമാണ് നിങ്ങളുടെ സ്വന്തം. ഈ ഭൂമി നിങ്ങളുടെ സ്വന്തമല്ല. ഈ ഭൂമി നിങ്ങളുടെ സ്വന്തമല്ല. ഇവിടെ നിങ്ങൾ അധ്വാനിച്ചതും നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളിവിടെ വാരിക്കൂട്ടിയതും വെട്ടിപ്പിടിച്ചതും പിടിച്ചു പറിച്ചതും മോഷ്ടിച്ചെടുത്തതും കൊള്ളപ്പലിശയിൽ ഉണ്ടാക്കിയതും കളവ് കുറഞ്ഞ് വാങ്ങിയതൊന്നും നിങ്ങളുടെ സ്വന്തമല്ല. അതെല്ലാം നഷ്ടപ്പെടും പ്രിയരെ, എല്ലാം നഷ്ടപ്പെടും. നിങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞ ദൈവരാജ്യമാണ്. നിങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യമാണ്. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ നന്മയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഈ ഭൂമിക്ക് വേണ്ടി ജീവിക്കുക. അതുകൊണ്ടാണ് നീ കർത്താവ് യേശു ക്രിസ്തുവിനെ എങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കണം? മരിച്ചവരിൽ ഉയർത്തവരിൽ ആദിജാതനായവരെ, സദാ ജീവിക്കുന്നവരെ, എന്നേക്കും ജീവിക്കുന്നവരെ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവരെ, അങ്ങന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ വിശ്വസ്തനാണ്, അങ്ങനെ രക്ഷിപ്പാൻ വിശ്വസ്തനാണ്. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു പറഞ്ഞ് നീ ഉയരത്തിലുള്ളതിന് വേണ്ടി നിന്റെ കണ്ണ് ഉയരണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അല്ലേ? അപ്പൊ ഈ ഭൂമിയിൽ ഒന്നും നിങ്ങളുടെ സ്വന്തമല്ല. എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും. അല്ലേ? എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം. പക്ഷേ നഷ്ടപ്പെടാത്തതൊന്നുണ്ടെങ്കിൽ ദൈവരാജ്യമാണ്. അല്ലേ? ദൈവരാജ്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ ഭൂമി വെച്ച് തന്നെ നീ യേശുവിനെ അറിയണം, രക്തം ചെയ്യണം. ഈ ഭൂമിയിൽ സ്വന്തം നമ്മൾ ആരെ അറിഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ചില ആളുകളോട് എനിക്ക് MLA ആയിട്ട് നല്ല പങ്കാണ്, എനിക്ക് ദേശത്തെ പോലീസുകാരായിട്ട് നല്ല പങ്കാണ്, നല്ല പിടിപാണ്, എനിക്ക് മന്ത്രിയായിട്ട് അടുത്ത സൗഹൃദമുണ്ടെന്നേ, കേന്ദ്രത്തിലേക്ക് നല്ല പിടിയുണ്ടെന്നേ, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ ഉന്നത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന നിലയ്ക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടല്ലോ. അവരോട് ഞാൻ പറയട്ടെ, നിന്റെ അഹങ്കാരം നിഗളങ്ങളെല്ലാം തീരുന്നൊരു ദിവസമുണ്ട്. ഭൂമി നീ മനുഷ്യനെ ഉയർത്തിയാൽ, ഭൂമി നീ മനുഷ്യനെ ആശ്രയിച്ചാൽ, അവന്റെ പിന്നാലെ പോയി അവിടെ പിടിപാടുണ്ടെന്ന് പറഞ്ഞ് നടന്നാൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം നിത്യ നരകമായിരിക്കും. നീ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിനെ ഉയർത്തണം. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനെ, അവനുമായിട്ടാണ് നിനക്ക് ബന്ധം വേണ്ടത്.
അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോട്, അധികാരികളോട്, മത നേതാക്കന്മാരോട് അല്ല നിനക്ക് ബന്ധം വേണ്ടത്. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശുവിനോട് ആയിരിക്കണം ബന്ധം. നിങ്ങൾ ആ ദാവീദിനെയൊക്കെ ചിന്തിച്ച് നോക്കുന്നേ. ദാവീദൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് 40 വർഷം ന്യായപാലനം ചെയ്ത് ന്യായപാലന രാജാവായിട്ടിരുന്ന ദാവീദ് 40 വർഷം ഇസ്രായേലിന്റെ ഭരിച്ചവനാണ്. 40 വർഷം 6 മാസവും. ആ 40 വർഷം 6 മാസവും ഒക്കെ ദാവീദ് രാജാവായിരുന്നിട്ട് പോലും തനിക്ക് മുകളിൽ ഭൂരാജകർമ്മക്ക് അധിപതിയായി യേശു ഉണ്ടെന്ന്, യഹോവയായ ദൈവമുണ്ടെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിച്ച്, അതുകൊണ്ട് ദാവീദിന്റെ ജീവിതം മുഴുവൻ താൻ രാജസിംഹാസനത്തിലിരിക്കുമ്പോൾ, രാജഗിരിയുടെ അണിഞ്ഞിരിക്കുമ്പോഴും, തൻ്റെ കൂടെ ഒരുപാട് ആളുകൾ, സൈന്യങ്ങൾ ഉള്ളപ്പോഴും ദാവീദ് പറയുക, ഭൂരാജകന്മാർക്ക് അധിപതിയായവനെ, എനിക്ക് മുകളിലുള്ള അധിപതി, എൻ്റെ ഉള്ള രാജാവ് അങ്ങൻ്റെ ഇടയനാണ്, എനിക്ക് വിട്ടുണ്ടാകുകയില്ല. അങ്ങനെ ഭൂരാജക്കന്മാർക്ക് അധിപതിയായി വിളിച്ചപേക്ഷിച്ച ദാവീദൊക്കെ മരിച്ച് നിദ്ര കൊണ്ട് പിതാക്കന്മാരോട് ചേർന്നു. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ പട്ടികയിലൊക്കെ ദാവീദുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമ വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേറ്റ കൂട്ടത്തിൽ ദാവീദൊക്കെ ഉയർത്തെഴുന്നേറ്റ് പോയി. ഹല്ലേലൂയ. നിങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ? എന്നെ കേൾക്കുന്ന മാതാവ്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നേ? ഈ ഭൂമിക്ക് വേണ്ടിയിട്ടാണോ? ഇവിടുത്തെ പണത്തിന് വേണ്ടിയിട്ടാണോ? ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക്, അധികാരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? ഇവിടെ അക്രമം ഉണ്ടാക്കി, കലഹം ഉണ്ടാക്കി, രക്തച്ചൊരിച്ചിലുണ്ടാക്കി രാഷ്ട്രീയം ഉയർത്താൻ വേണ്ടി, രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടാണോ നീ ജീവിക്കുന്നത്? എങ്കിൽ നീ പരാജയപ്പെട്ടവനാ. ഈ ലോകത്തിന് വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടിയാണ് നീ ജീവിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ, പണത്തിന് വേണ്ടിയിട്ടാണ് നീ ജീവിക്കുന്നെങ്കിൽ നീ പരാജയപ്പെട്ടവനാ. ഹല്ലേലൂയ. നിനക്ക് നിത്യത്തിൽ ചെല്ലുവാൻ കഴിയില്ല. എന്നാൽ നീ സ്വർഗത്തിലെ ദൈവത്തിൽ വിളിച്ചപേക്ഷിച്ച് യേശുക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നെങ്കിൽ നിനക്ക് നിത്യമായി സ്വർഗത്തിലെ പുതിയ യെരൂശലേമിലെത്താൻ ചെയ്യും. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയുള്ളൂ. രക്തനിശ്ചയം. ഹല്ലേലൂയ. അല്ലാതെ എല്ലാവർക്കും നീ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ലെന്നേ. ഹല്ലേലൂയ. രക്തനിശ്ചയം. ഇവിടെ ദൈവത്തിന്റെ വചനം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ആദാമിലും ഔവയിലും മനുഷ്യൻ മുഴുവൻ മരിച്ചുപോയി. ആദാം ഔവ പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവർ പാപത്താൽ മരിച്ചുപോലെ അവരിൽ കൂടെ സകല ജനങ്ങൾ മരിച്ചുപോയി. ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ദിനംതോറും മരിച്ചുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് ഭൂമിയിൽ അനവധി കുഞ്ഞുങ്ങളുടെ ജനനം നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധ യുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധ യുദ്ധത്തിലും അനേകം അധികാരികളും പൊതുജനങ്ങളും സൈനാധിപന്മാരും യോദ്ധാക്കളും മരിച്ചു. ഹല്ലേലൂയ. ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും അനവധി ആളുകൾ മരിച്ചു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച മരണം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നടന്നതല്ല. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അല്ലെ, നമ്മളെ പാപത്തിന് രക്ഷിക്കാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി ജീവിച്ചു. അല്ലെ, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മരിച്ചവരിൽ ആദിജാതനായി പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തു പ്രത്യാശയോടെ ജീവിക്കുവാൻ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? ആദാമിലും ഔവയിലും മനുഷ്യൻ മുഴുവൻ പാപത്തിൽ മരിച്ചു കിടക്കുന്നു. അനവധി കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, അവരും പാപത്തിൽ വളരുന്നു. ഒന്നുകൂടെ ആവർത്തിച്ച്, ഒന്നാം ലോകമഹായുദ്ധത്തിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ അനവധി ആളുകൾ യുദ്ധത്തിൽ പെട്ടുപോയി, യോദ്ധാക്കളടക്കം മരിച്ചുപോയി. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. അത് അപ്രതീക്ഷിത മരണമല്ല. അത് പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മരണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ കല്ലറയ്ക്ക് ഒതുക്കം കഴിഞ്ഞാണ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആദ്യഫലമായി പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ്, ഇത് യേശുവിൽ വിശ്വസിക്കണം പ്രത്യാശയോടെ. ഹല്ലേലൂയ. അപ്പം മരിച്ചവൻ ആദ്യ ഫലമായി യേശുക്രിസ്തു അന്ന് നമ്മൾ പുനരുത്ഥാനം ചെയ്തവൻ യേശു. എന്നാൽ വേറെ ചില സംഭവങ്ങൾ വേദപുസ്തകത്തിൽ കാണാം. ഞാൻ അവിടെ ആവർത്തിക്കാം. വേദപുസ്തകത്തിൽ മരിച്ച് ആദ്യമായി ജീവനോടെ എഴുന്നേറ്റത് സാരാഫത്തിലെ വിധവയുടെ മകനാണ്. മരിച്ചവരിൽ ആദ്യമായി ഉയർത്തെഴുന്നേറ്റത് സാരാഫത്തിലെ വിധവയുടെ മകനെയാണ് ഏലിയ ഉയർപ്പിച്ചത്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അവനും ഒടുവിൽ മരിച്ചു. ശൂനേംകാരിയുടെ മകനെ ഏലിശ ജീവനോടെ എഴുന്നേൽപ്പിച്ചു. അവനും ഒടുവിൽ മരിച്ചു. ഹല്ലേലൂയ. ലാസറിനെ യേശു ജീവനോടെ ഉയർപ്പിച്ചു. ലാസറൂസാൻ മരിച്ചു. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു, അവളും മരിച്ചു. തബീതെ, പത്രോസ്, ഹല്ലേലൂയ, ഉയർപ്പിച്ചു, അവളും മരിച്ചു. അങ്ങനെ ഹല്ലേലൂയ, സാരാഫത്തിലെ വിധവയുടെ മകനും, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ശൂനേംകാരിയുടെ മകനും, ഹല്ലേലൂയ, യായിറോസിന്റെ മകളും, ഹല്ലേലൂയ, ലാസറും തബീതയും ഒക്കെ ഉയർത്തെഴുന്നേറ്റവരുടെ പട്ടികയിലാണ്. അവരാരും പുനരുത്ഥാനം സ്വർഗാരോഹണം ചെയ്തില്ല.
അല്ലേലി അവരെല്ലാം ഉയർത്തെഴുന്നേറ്റു, പിന്നെ ജീവിച്ച് അവരെല്ലാം മരിച്ചു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മാത്രം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം അതോ സ്വർഗാരോഹണം ചെയ്ത് ദൈവസന്നിധിയിലെത്തി. അല്ലേലി. അപ്പം ഭൂമിയിൽ അനവധി ആളുകൾ മരിച്ചു ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവരെല്ലാം വീണ്ടും മരിച്ചു പോയെന്ന്. അതിൽ മരിച്ചുയർത്തി സ്വർഗാരോഹണം ചെയ്ത യേശുവ. അതുകൊണ്ട് തന്നെ വേദപുസ്തകം ഇത്രമാത്രം തെളിവ് തരുമ്പോൾ, വേദപുസ്തകം ഇത്രമാത്രം നാം ശക്തമായി തെളിവോടുകൂടി ഓരോന്നും നമ്മുടെ കൺമുമ്പിൽ നിരത്തി വെക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, ഇനി നീ യേശുവിന്റെ നാമത്തെ തിരസ്കരിക്കാതെ തള്ളിക്കളയാതെ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശുവിനെ നീ വിശ്വസിക്കണം. രക്തം ചെയ്യ ആ തെളിവുകൾ അനവധി വേദപുസ്തകത്തിലാണ്. നമ്മുടെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം തെളിവോട് കൂടിയാ കേട്ടോ. ഹല്ലേലൂയ. വേദപുസ്തകം നിങ്ങൾ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് നിന്ന് വായിച്ചു നോക്കി. യഹോവയായ ദൈവം ഈ ഭൂമി ചെയ്തത്, പുത്രനായ യേശു ക്രിസ്തുവിന്റെ ആ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ചെയ്തത്, ഈ കൃപായുഗത്തിൽ ദൈവത്തിന്റെ സഭ ചെയ്യാൻ പോകുന്ന, ദൈവസഭയിലൂടെ ചെയ്യാൻ പോകുന്ന, അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവം ചെയ്യിപ്പിച്ചതുമായ സകല കാര്യങ്ങളും തെളിവോടുകൂടി വിവരിക്കുന്നതാണ്. ഇത് ഊഹാപോക കഥയല്ല. ബൈബിൾ ഊഹാപോക കഥയല്ല, കെട്ടിച്ചമച്ചതല്ല. ബൈബിൾ ആരുടെ ഇഷ്ടത്തിന് എഴുതിയതല്ല, മനുഷ്യന്റെ സ്വന്തം നിർമ്മാണമല്ല. ബൈബിൾ ദൈവത്തിന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ, ദൈവം നിയോഗിച്ചവരുടെ ആമീൻ എഴുതി തന്ന പരിശുദ്ധാത്മാവിന്റെ വചനമാണിത്. ജീവനുള്ള വചനമാണ്. ഈ വചനത്തെ നയിക്കുന്നത്, ഈ വചനത്തെ നടത്തുന്ന, ഈ വചനത്തിന്റെ നായകൻ എന്ന് പറയുന്ന ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ, ഹല്ലേലൂയ, മരിച്ചു ഉയർത്തി ആധിപരമായി പുനരുത്ഥാനം ചെയ്ത അഥവാ സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവാണ് ബൈബിളിലെ പരമാധികാരി. ഹല്ലേലൂയ. ഇതിനൊരു അധികാരി ഉണ്ടെന്നാണ്. അപ്പം ബൈബിളിന് ഒരു അധികാരിയുണ്ട്, പരമാധികാരി. അത് യേശു കർത്താവാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഈ വചന ജീവനുള്ളത് എന്നൊക്കെ പറയുന്നത്, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മദ്യത്തിനും മയക്കുമരുന്നും പാൻസലഹരിക്കും അടിമപ്പെട്ട് നിന്റെ കുടുംബ ജീവൻ തകർന്ന് കിടക്കുന്ന അവസ്ഥയില് മാരകമായ രോഗം വ്യാപാരത്തിലകത്താണോ, ബന്ധനങ്ങളിലകത്താണോ, ഹല്ലേലൂയ, വിവിധമായ കേസുകളിൽ കൂടി നീ വ്യവഹാരത്തിന്റെ മാനസികമായി തകർന്നവനാണോ, ഇരുമ്പടിക്കകത്ത് ജയിലറയിൽ നീ കഷ്ടം സഹിക്കുന്നവനാണോ, ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് കിടക്കുന്നവനാണോ, ജീവിതത്തിൽ തകർന്ന് കടബാധൽ പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്നവളാണോ, ഇന്ന് പകൽ നിന്നെ രക്ഷിപ്പാൻ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, അവനെ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവനെ വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ ഭൂമിയിൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവം നിനക്ക് നിത്യതയിൽ സ്ഥാനവും തരും. രക്തം ചെയ്യും. പ്രൈസറോ. അപ്പൊ സുവിശേഷം, ഹല്ലേലൂയ, സകല ജനത്തെ ജീവിപ്പിക്കുന്നതാണ്. സുവിശേഷം സകല ജനത്തിന് പാപബോധം വരുത്തുന്നതാണ്. ബൈബിൾ മാത്രമേ പാപബോധം തരുന്നൊരു പുസ്തകമുള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ അനവധി പുസ്തകങ്ങളുണ്ട്, അനവധി പ്രമാണങ്ങളുണ്ട്. എന്നാൽ മനുഷ്യന് പാപബോധം തരുന്ന, പാപത്തിന് രക്ഷിക്കുന്ന, പാപത്തിന് വിടിവിച്ച് പാപത്തിന് ശുദ്ധീകരണം തരുന്ന ഏക പുസ്തകം, പാപമോചനം നൽകുന്ന ഏക പുസ്തകം സത്യവേദ പുസ്തകം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം അധികാരത്തിൻ്റെതാണ്. അല്ലേ? അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല രാജാക്കന്മാരും ഒരിക്കൽ ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു ക്രിസ്തുവിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അപ്രകാരമല്ല. ഇനി അവൻ മരിക്കുകയില്ല. അവൻ യഹൂദാഗോത്രത്തിന്റെ രാജസിംഹമായി ഉയർത്തെഴുന്നേറ്റവനാ. ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്ന സകല മനുഷ്യർക്കും യേശുക്രിസ്തു മാത്രമാണ് ആദിജാതൻ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതത്തിൽ മരിച്ച് കല്ലറകൾ അടക്കപ്പെട്ട് നിദ്ര കൊള്ളുന്ന സകല ജനത്തിനും ആദ്യം മുമ്പേ ആദിജാതനായി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു നമുക്ക് മുമ്പിൽ ഉള്ളത് കൊണ്ട് കർത്താവിൽ വിശ്വസിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റ് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കൈപ്പറ്റി അവനിനി മരണമില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കൈപ്പറ്റി. അതുകൊണ്ട് യേശുവിന് മരണമില്ല. മരിച്ചവൻ എഴുന്നേറ്റതിനാൽ നമുക്ക് ഉയർന്നെഴുന്നേൽപ്പിൽ സ്തോത്രം, അല്ലെങ്കിൽ അവര് പുനരുത്ഥാനത്തിൽ പ്രത്യാശയും വിശ്വാസമുണ്ട്. യേശു മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനം സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് നമുക്കും മരണാനന്തരം ഒരു ഉയർപ്പുണ്ട്, ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ള പ്രത്യാശയോടെ ഒരു ദൈവവിധത്തിൽ ജീവിക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ലോകത്തിന്റെ ഏത് ഭാഗത്തിൽ വചനം കേട്ടാലും, നീ ഏത് സാഹചര്യത്തിൽ കേട്ടാലും, നീ എത്ര ധനാഢ്യരായിരുന്നാലും, എത്ര അഹങ്കാരം നീളത്തോടുകൂടി കടന്നുപോയിരുന്നാലും, ഇതുപോലെ നീ യേശുവിനെ താഴ്ത്തിക്കൊടുക്കുന്നതിന്റെ ഹൃദയത്തെ താഴ്ത്തിക്കൊടുക്കുക. നിനക്കൊരു മരണമുണ്ട്, മരണാനൊരു ജീവിതമുണ്ട്. നരകത്തിലേക്ക് വിട്ടുകൊടുക്കാതെ
കൂടാതെ അല്ലേ കർത്താവ് യേശു ക്രിസ്തു കാത്തുരിക്കുമ്പോൾ ആമീൻ നിനക്കും നിത്യതി ചേരണമെങ്കിൽ നീ യേശുവിനോട് ഇതിനെ വിട്ടുകൊടുക്കണം. അല്ലെ സുവിശേഷത്തിന് മാത്രമേ നിന്നെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഏക വാതിൽ സുവിശേഷം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ജീവനും സത്യമാകുന്നു. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായ യേശു പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുകയില്ല. രക്തം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. വചനത്തിന് മാറ്റമില്ല പ്രിയരെ. വചനം ഒരിക്കലും മാറത്തില്ല. വചന സത്യമാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തെ നിന്ദിക്കുന്നവരും അപമാനിക്കുന്നവരും ദൈവസഭ ഉപദ്രവിക്കുന്ന ദൈവദാസന്മാരെ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരും അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവരോടൊക്കെ പറയട്ടെ, ഭൂരാജകന്മാർക്ക് അധിപതിയായി ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന നാളുണ്ട്. അവന്റെ ന്യായവിധിന് മുമ്പിൽ നിനക്ക് ഒരിക്കൽ ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. നീ ചെയ്തത് മുഴുവൻ നിന്റെ കൺമുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട് സഹോദര സഹോദരി. ഹല്ലേലൂയ. നീ കണക്ക് പറഞ്ഞേ മതിയാവുള്ളൂ. സകല ഭൂരാജക്കന്മാർ ദൈവസഭയെ ദൈവമക്കളെ കൊല്ലുവാനും കൊന്നൊടുക്കുവാനും അധികാരത്തിന്റെ കസേരയിൽ ആജ്ഞ കൊടുത്തവർ, കൽപ്പന പുറപ്പെടുവിച്ചവർ, എന്നെ കേൾക്കുന്ന സകല ഭരണ സംവിധാനങ്ങൾ പറയട്ടെ, നീ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പാകെ ഭൂരാജക്കന്മാർക്ക് അധിപതിയായ യേശു ക്രിസ്തുവിന്റെ വെള്ള സിംഹാസന ന്യായവിധിക്ക് മുമ്പിൽ നീ വന്നേ മതിയാവുള്ളൂ. ഹല്ലേലൂയ. നീ ചെയ്തതിന് തക്കത് നീ പ്രാപിക്കും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, പാപങ്ങളെ ഏറ്റുപറ. നീ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സുവിശേഷത്തിൽ ആത്മരക്ഷ പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ ആഹ്വാനം ചെയ്യുക. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഭയപ്പെടരുത്. ക്രിസ്തു ശരീരത്തിന്റെ മുള്ളുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ആകയാൽ ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ജയഘോഷത്തോടെ പൗലോസ് 1 കൊരിന്ത്യലേഖനം 15:55 പറയുന്നത് പോലെ നിങ്ങൾ മരണത്തെ വെല്ലുവിളിച്ച് ജീവിക്കണം. മരണത്തിന്റെ വിഷമുള്ള യേശു മുറിച്ച് കളഞ്ഞു. മരണത്തിന് ഇതിനുമേൽ അധികാരമില്ല. ശാരീരിക മരണം നിനക്കുണ്ട്. അതിന്റെ ശരീരം മാത്രമേ അവസാനിന്റെ ആത്മാവ് നിത്യത്തിലേക്ക് ചേരും, അല്ലേ നിത്യത്തിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്ന യേശു കർത്താവ്. സ്തോത്രം. ദൈവത്തിന് വചനം പറയുന്നു, റോമാലേഖനം 8:11 പറഞ്ഞു, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കുമെന്നാണ്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അതെ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഈ സമയത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാം വായിച്ച ദൈവത്തിന്റെ വചനം എന്താണ്? ഹല്ലേലൂയ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ഭൂരാജക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് പകൽ ആരെങ്കിലും യേശുവിനെ അറിയാതെ പാപമോചനം പ്രാപിക്കാൻ നിത്യജീവൻ പ്രാപിക്കാതെ ഇന്ന് ലോകപ്രകാരം ജീവിക്കുന്ന ഒരു അവസരം ദൈവം നിനക്ക് നൽകിയ കർത്താവായ യേശുവിന്റെ ഹൃദയം കൊടുത്തവനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവന് വേണ്ടി സമർപ്പിക്കുന്ന നിത്യതയിൽ നിനക്ക് എത്തിച്ചേരുവാൻ കഴിയും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനങ്ങളെയും ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരക്കം പ്രാർത്ഥന സകല ജനങ്ങൾ സകല ഭൂരാജക്കന്മാർക്കും അധിപതിയായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജനം ആത്മരക്ഷ പ്രാപിപ്പാൻ ശൈശവത്തിനും ബാല്യത്തിൽ കൗമാരത്തിൽ യുവനത്തിൽ വാർദ്ധക്യത്തിലും വൃദ്ധാശ്രമ യാച ഓർഫനേജുകളുടെ തടവറയിലായിരിക്കുന്ന കർത്താവിനെ പ്രാർത്ഥിക്കുന്ന വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണനേതാവ് സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ രാജാക്കന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടണ മേധാവ് ഗോത്രങ്ങൾ ദ്വീപുകൾ ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തെയും അധികാരികളെയും ദൈവങ്ങളിൽ കരസേന വ്യോമസേന അധികാരി അത്തരത്തിൽ BSCRP പോലീസിന്റെ സെക്ഷൻ ജുഡീഷ്യൽ സെക്ഷൻ കരയിൽ കടൽ അവകാശമാർക്ക് വാഹനോടി യാത്ര സെൻസ് ചെയ്യുന്നവരെ കൺസ്ട്രക്ഷൻ മോട്ടോർ രംഗത്ത് സകല പൊതുവെ ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിൽ ആയിരിക്കുന്ന സകല ജനത്തെ കടലോടെ വാസികളെ തീരദേശവാസം മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവരെ കനികളും കമ്പനിയും ഫാക്ടറി ജോലി ചെയ്യുന്നവരെ വലുതും ചെറുതും എല്ലാ വ്യാപാരികളെ വ്യവസായികളെ വെടിയുറക്ക ക്ഷീരമേഖലയും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർ കർത്താവി സ്തോത്രം നെല്ലൂരിയ ഭരണപ്രദേശ പാർട്ടികളെ മത സാമൂഹിക സാംസ്കാരിക സംഘടന ചരിത്ര മന്ത്രി മീഡിയ രംഗം നിൽക്കുന്ന സകല ജനത്തെ മദ്യത്തിനും മൈക്കിനും പഞ്ചനെതിരെ അടിപ്പെട്ട് കിടക്കുന്നവർ അധികാരത്തിന്റെ സിവിൽ കർത്താവി അമീരും വാഴുന്ന സകല ധനാഢ്യന്മാരെയും എല്ലാ തീവ്രവാദികളും ഭീകരവാദ വർഗീയവാദികളും മദ്യത്തിനും മൈക്കിനും അടിപ്പെട്ട് കിടക്കുന്നവർ മാരകമായ രോഗങ്ങൾ ബാധിതരായവർ കർത്താവ് വേതനങ്ങളും പാപത്തിൽ ശാപത്തിനും കടന്നു പോകുന്നവർ
ദുരാത്മാവിന്റെ ദുർഭൂതമെന്ന് അകപ്പെട്ട എല്ലാ സാത്താനിക ഗ്രൂപ്പിൽ പെട്ടുകിടക്കുന്നവരെയും ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമേ. രാജാക്കന്മാർക്ക് അധിപതിയായ യേശു ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ന്യായവിധി ഉണ്ടെന്ന് ന്യായവിധി നാളിൽ ജനം യേശുവിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുന്നുള്ള തിരിച്ചറിവ് മാനസാന്തരപ്പെട്ട മടങ്ങി വരുവാൻ ജനത്തെ ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങൾ ജോലിക്ക് കടന്നു ജോലി ചെയ്യുന്ന കഷ്ടസ്ഥയും വേദന കടന്നു പീഡ അനുഭവിക്കുന്നവർ, നാട്ടിൽ കടന്നു ഭാരം സാലറി കിട്ടാൻ മലയാളി കഷ്ടം സഹിക്കുന്നവർ, ആമി വിസ പുതുക്കി കിട്ടാൻ ഭാരപ്പെടുന്ന കർത്താവേ സ്തോത്രം. പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ ജയിലിൽ കിടക്കുന്നവരുണ്ട്, മദ്യത്തിൽ ലഹരി അടിപ്പെട്ട് അവിടെയും കഴിയുന്നവരുണ്ട്, കുടുംബം ചിന്ന ഭിന്നമായവരുണ്ട്. അവർക്കൊക്കെ ഒരു വിടലും ആശ്വാസം കൊടുത്ത് രാജാക്കന്മാർക്ക് അധിപതിയായ യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിപ്പാൻ ഈ ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കണമേ. ഈ ഭൂമിയിൽ ഒന്നും ഞങ്ങളുടെ അവകാശമാണ്, സ്വന്തമല്ല. സ്വന്തമെന്ന് പറയും സ്വർഗരാജ്യം മാത്രമെടുത്ത് നന്മയാണ്, അനുഗ്രഹങ്ങളാണ്, രക്ഷയാണ്, നിത്യജീവനാണ് സ്വന്തമെന്ന് തിരിച്ചറിഞ്ഞ് ഈ ജനം മടങ്ങുമെന്ന് മാനസാന്തരപ്പെടുവാൻ കർത്താവേ സുവിശേഷത്തെ വിശ്വസിപ്പാൻ ജനത്തെ കണ്ണുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കും. സകല ദൈവമക്കളും ദീദാസന്മാരെ അവിടുത്തെ കരങ്ങൾ നടന്നു കേൾക്കാൻ ഭൂമിയുടെ 7 വൻകൽ നടക്കുന്ന വിശുദ്ധന്മാരുടെ കൂടിവരുകളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്തും എടുക്കണം യേശു കർത്താവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.